നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളെ എന്തിനാണ് ഇറാൻ ആക്രമിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം കൊണ്ടല്ലേ എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇറാൻ ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങളെയും അമേരിക്കൻ മിലിറ്ററി താവളങ്ങളെയും മാത്രമാണ്. അങ്ങനെ അവർ ആക്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു അബദ്ധം മൂലമാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരങ്ങനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലക്ഷ്യസ്ഥാനത്തെത്താതെ ഇവ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് തകർന്നു വീഴും. അങ്ങനെ തകർന്നു വീഴുന്ന അവശിഷ്ടങ്ങൾ മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇറാൻ ഒരു ഗൾഫ് രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. അമേരിക്കൻ ടാർഗറ്റുകളിലേക്കാണ് അവർ മിസൈൽ അയക്കുന്നത്, ഡ്രോൺ അയക്കുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഡ്രോണുകളും മിസൈലുകളും അവിടെ ചെന്ന് അമേരിക്കൻ താവളങ്ങൾ തകർത്ത് കളയും. അതുമൂലം ഇവർക്ക് ആരും നഷ്ടമില്ല, അവർക്കാണ് നഷ്ടം. എന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ സത്യത്തിൽ പ്രശ്നം അവർക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒരു 3-4 ലക്ഷ്യങ്ങളെങ്കിലും അവർക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വാക്ക് പാലിക്കലാണ്. ട്രംപ് യുദ്ധഭീഷണി മുഴക്കിയപ്പോൾ ഇറാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളെ നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. ആ ആക്രമണം നിങ്ങളുടെ രാജ്യത്തിന് നേർക്ക് ആവില്ല, കാരണം നിങ്ങളുടെ രാജ്യം അങ്ങ് ദൂരെയാണ്. അപ്പോൾ അവിടെ വരെ ആക്രമിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇവിടെ അടുത്ത് നിങ്ങളുടെ സെറ്റപ്പ് എവിടെയെല്ലാം ഉണ്ടോ, നിങ്ങളുടെ ആർമി താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, അതിനെല്ലാം നേരെ ഞങ്ങൾ ആക്രമണം നടത്തും. പക്ഷേ ട്രംപ് വിചാരിച്ചു ഇറാൻ വെറുതെ കോമഡി അടിക്കുകയാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം അറബ് രാജ്യങ്ങളും കരുതിയത്. പക്ഷേ ഇറാൻ കോമഡി പറയുകയല്ലായിരുന്നു എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായി. ഇറാൻ അങ്ങനെ കോമഡി പറയുന്ന രാജ്യമല്ല എന്നുള്ളത് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ ജൂണിൽ നടന്ന യുദ്ധത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന വാർത്ത വന്നപ്പോൾ നമ്മൾ കേട്ട വാർത്തയാണ് ഇറാൻ ഖത്തറിലുള്ള അമേരിക്കൻ ബേസ് ആക്രമിച്ചു. പക്ഷേ അതൊരു ചെറിയ ആക്രമണമായിരുന്നു, ഒരു സൂചന മാത്രമായിരുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യും എന്നതിൻ്റെ സൂചനയായിരുന്നു ആ ആക്രമണം. ഇപ്പോൾ ഈ യുദ്ധം വരുന്ന സമയത്ത് ട്രംപ് ഭീഷണി മുഴക്കിയപ്പോൾ ഇറാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. എവിടെയെല്ലാം നിങ്ങളുടെ താവളങ്ങളുണ്ടോ അവയ്ക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും. ഇടതടവില്ലാതെ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇടതടവില്ലാതെ. രണ്ടാമത് അവർക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുകയാണ്. ഈ അറബ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ വന്ന് ഈ അമേരിക്കക്കാർ തിന്നുകുടിച്ച് കിടപ്പുണ്ട്. ഇവരങ്ങനെ അവിടെ വന്ന് തിന്നുകുടിച്ച് കിടക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു വ്യാജ വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഉള്ളത്, ഞങ്ങളിവിടെ ഉള്ളപ്പോൾ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി, ഈ തിന്നുകുടിച്ച് കിടക്കുന്ന വെള്ളക്കാരൻ്റെ പട്ടാളക്കാരെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അവരവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഇറാൻ അവരെ ആക്രമിക്കുന്നത്. എന്നിട്ട് അവരെന്തെങ്കിലും തിരിച്ചു ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാനോട്ട് ധൈര്യവുമില്ല. ഞാൻ IRGC പറഞ്ഞ് കേട്ടിരിക്കുന്നത്, ഇങ്ങനെ അമേരിക്കൻ താവളങ്ങളിലേക്ക് അവർ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 650ഓളം പട്ടാളക്കാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് 650ഓളം പട്ടാളക്കാർ, കുറേ പേര് കൊല്ലപ്പെടുകയും കുറേയേറെ പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്ത അമേരിക്ക ഒരിക്കലും പുറത്തുവിടില്ല. അവർക്കുണ്ടാകുന്ന ക്ഷീണം അവരെപ്പോഴും മറച്ചു വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു ഗുണവുമില്ലാതെ യവന്മാരെ അവിടെ ഇട്ട് തീറ്റിപ്പുറ്റുന്ന എന്തിനാണ് എന്ന് ഇറാൻ ഈ ആക്രമണത്തിലൂടെ ഈ അറബ് രാജ്യങ്ങളോട് ചോദിക്കുകയാണ്. മൂന്നാമത് ഇറാന് ഇതിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലുള്ള ഏത് രാജ്യവും തങ്ങളുടെ ആക്രമണ പരിധിയിൽ വരും എന്ന് അവരെയും ലോകത്തിനും കാണിച്ചു കൊടുക്കുകയാണ്. ഏതൊരു രാജ്യം, മിഡിൽ ഈസ്റ്റിലുള്ള ഏതൊരു രാജ്യവും ഇറാൻ്റെ ആക്രമണ പരിധിക്ക് പുറത്തല്ല എന്നുള്ളത് അവർ തെളിയിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അവരിതിലൂടെ പറയാതെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെയും ഫ്രഞ്ചിൻ്റെയും ഒക്കെ ബ്രിട്ടീഷുകാരുടെ ഒക്കെ താവളങ്ങളിലേക്ക് ഇവർ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പറയാതെ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്കെതിരെ ആര് തന്നെ വന്നാൽ ശരി ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങൾ ആക്രമിക്കുന്ന ആൾക്കാരെല്ലാം കൂട്ടം ചേർന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വന്നാലും ശരി ഞങ്ങൾ അവരെ തിരിച്ചടിച്ചിരിക്കും. അതിനുള്ള തൻ്റെ ഇടം ഞങ്ങൾക്കുണ്ട്, അതിനുള്ള സെറ്റപ്പ് ഞങ്ങൾക്കുണ്ട്.
അതിനുള്ള സെറ്റപ്പ് ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. അതിനുള്ള സെറ്റപ്പ് അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർക്കൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം വരില്ല. കയ്യിൽ കാശില്ലാത്തവന് കാശ് ചിലവാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ കയ്യിൽ ആയുധമില്ലാത്തവന് ഇതുപോലെ എപ്പോൾ തീരുമെന്ന് പറയാനാവാത്ത ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാനും പറ്റില്ല. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് തന്നെ ഇറാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു ആക്രമണം ഏത് സമയത്തും വരും എന്നവർ കണക്കൂട്ടിയിരുന്നു. അങ്ങനെ ആക്രമണം വരുമ്പോൾ തങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. ഇറാനിൽ കുറേയേറെ പഴയ കെട്ടിടങ്ങളുണ്ട്. ഇവരവിടെ ചെന്ന് ബോംബിട്ട് കുറേ കെട്ടിടങ്ങൾ തകർക്കും, കുറേ ആൾക്കാരൊക്കെ മരിക്കും. അത് യുദ്ധത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ നഷ്ടം ഞങ്ങൾ എതിർചേരിയിൽ വരുത്തും, ഞങ്ങൾക്ക് വരുത്താൻ പറ്റും എന്ന് ഇറാന് നല്ല ഉറപ്പുണ്ട്. അമേരിക്കയൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല ഉറപ്പുള്ള ബലമുള്ള കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു തകർക്കുമ്പോൾ ഇറാനിലുള്ള ഒരു പക്ഷേ 10 കെട്ടിടങ്ങളുടെ വിലയായിരിക്കും അതിനുള്ളത്. അപ്പോൾ ഇറാനിൽ അവർ 10 കെട്ടിടം തകർക്കുമ്പോൾ ഇറാൻ ഒരെണ്ണം തകർത്താൽ മതി, ഏതാണ്ട് ഈക്വൽ അടിയായി കഴിഞ്ഞു. അപ്പോൾ അതിനി എത്ര നാൾ നീണ്ടാലും ശരി ഇറാന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് അവർ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ട്രംപ് യുദ്ധം നിർത്താൻ വേണ്ടി ഡയലോഗ് തുടങ്ങിയപ്പോൾ ഇറാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമേ ഞങ്ങൾ അജണ്ടയിലില്ല. യുദ്ധം എപ്പോൾ നിർത്തൽ ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും. അതിനർത്ഥം വളരെയധികം കരുതലോടുകൂടി തന്നെയാണ് അവർ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർക്ക് മുൻകൂർ പ്ലാൻ ഉണ്ടായിരുന്നു. അവർ ആവശ്യത്തിലും അധികം ആയുധങ്ങൾ സമാഹരിച്ച് വെച്ച ശേഷം തന്നെയാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. അവരുടെ കയ്യിൽ അതിനുള്ള ആയുധശേഖരം ഇല്ലെങ്കിൽ അവർക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇപ്പോൾ അറബ് രാജ്യങ്ങളും കൂടി ഇറങ്ങി അവർക്കെതിരെ ചെന്നാൽ ഇവരോടൊക്കെ നേരിട്ട് അടിച്ചു നിൽക്കാനുള്ള ആയുധശേഖരം അവരുടെ പക്കൽ ഇല്ലെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ഒരു പണിക്ക് ഇറങ്ങി പുറപ്പെടില്ല. അവരിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പക്കൽ അതിനുള്ള ആയുധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഒരു കാലത്തും അമേരിക്കയും ഇസ്രായേലും വിജയിക്കാൻ പോകുന്നില്ല. ഇനി നമ്മൾ വെറുതെ ഇറാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഇറാൻ പരാജയപ്പെട്ടാൽ പോലും അതവരുടെ പരാജയമായിട്ട് ഒരാളും പറയില്ല. കാരണം ലോകത്തിലെ 1-ാം നമ്പർ സൈനികശക്തിയോടും മിഡിൽ ഈസ്റ്റിലെ 1-ാം നമ്പർ സൈനികശക്തിയോടുമാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്. അവരോട് യുദ്ധം ചെയ്ത് ഒരു രാജ്യം, ഇറാനെ പോലെയുള്ള ഒരു രാജ്യം, കഴിഞ്ഞ 47 കൊല്ലങ്ങളായിട്ട് ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം പരാജയപ്പെട്ടാൽ പോലും ആ പരാജയം വിജയത്തേക്കാൾ തിളക്കമുള്ള ഒന്നായിരിക്കും. കാര്യം ഇവരോട് യുദ്ധം ചെയ്യാനും വേണം ഒരു കേപ്പബിലിറ്റി. പക്ഷേ ഇറാൻ പരാജയപ്പെടില്ല എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതും ഈ യുദ്ധം നിർത്തൽ ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അത് തങ്ങൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത്. താങ്ക് യു.